ഇന്ന് നമ്മൾ പോയത് കടലുണ്ടിപ്പുഴയോട് ചേർന്ന് ബാലാട്ടൻ്റെ കടയിലാട്ടാ. ഇതാ ബാലാട്ടൻ്റെ കടലുണ്ടിക്കടവിലെ മീൻ രുചിക്കാനാണ് പോയത്. ഇതാ കയറുമ്പോൾ ഇതാ കാണുന്നത് ചെറിയ പുലിയാട്ട. ഇതാണ് ബാലാട്ടൻ. ഇഷ്ടംപോലെ കഴിക്കാനാണ് അവർ പറയുന്നത്. നമുക്ക് ഇലയിട്ട് 3 ആൾക്ക് 4 ഇല ഇട്ടിന്. ഒരിലയിൽ മീൻ വിളമ്പാൻ വേണ്ടിയിട്ടാട്ടാ. ഇതെൻ്റെ മോള് ചോറ് തിന്നാൻ റെഡിയായി നിൽക്കുന്ന. ഇതാ ഞാൻ കറി കൊഴിച്ചു കൊടുത്തു. സാമ്പാർ വിളമ്പി, ഞണ്ട് കറി, സാമ്പാർ, വെജും നോൺ വെജും ഇഷ്ടം പോയതാ. പാലട്ടം വന്നിട്ട് മീനുമായിട്ട്. എൻ്റെ മോളെ ഇതെല്ലാം റീൽസ് ഇട്ട് കണ്ടിട്ട് പോയതാട്ടാ. ഇത് പോയി നോക്കുമ്പം വേറെ ലെവലാണ് ഇതിൻ്റെ രുചി. പാലട്ടം മീൻ വിളമ്പുന്നത് ആദ്യം നമ്മളൊരു ആകോലി, ഒരു ചമ്പല്ലിയും പറഞ്ഞു, 2 വിളമ്പി. ഇതിൻ്റെ മസാല വേറെ ലെവലാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റാന്നറിയാം. ഞാൻ എനിക്കേറ്റവും ഇഷ്ടമായത് മീൻ വറുത്തതാണ്. ചോറ് കറികളെല്ലാം നല്ല ടേസ്റ്റാണ്, പച്ചക്കറികളെല്ലാം നല്ല ടേസ്റ്റാണ്. ഞണ്ട് കറി, ഞണ്ട് തേങ്ങ അരച്ച് വെച്ച്. അപ്പോൾ നമ്മളൊരു പിടി പിടിക്കാൻ തന്നെ വെച്ചതാണ്. എന്താ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഞണ്ട് ഫ്രൈ ഓർഡർ ചെയ്തു. ഞണ്ട് ഫ്രൈ തിന്നണമെങ്കിൽ കുറച്ച് പാടാട്ടാം. പല്ലൊന്നും വയസ്സായില്ലേ, അതുകൊണ്ട് വഴങ്ങുന്നില്ല. ഇതാ കടിച്ച് കുറച്ച് വേലിക്കേണ്ടി വന്നിട്ട്, എന്നാലും വേണ്ടില്ല. നല്ല രുചിയുള്ള ഞണ്ട് ഫ്രൈ ആട്ടാം. അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച്. ഇതണ്ടാ, ഇത് ഞാൻ തിന്ന കൂട്ടിയിട്ട കൂമ്പാര. ഞാൻ ചോറ് ഉപേക്ഷിച്ച് മീൻ തന്നെ തിന്നു. എൻ്റെ മോളെ ഇല കണ്ട വളരെ നീറ്റ്. അവിടെ നന്നായി കഴിച്ചിട്ടാവും. വേറെയും മീൻ രുചികൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിത്രയും വാങ്ങിയിട്ടുള്ളൂ. ഇതാണ് അവരെ അടുക്കള. വളരെ നീറ്റാണ്, കണ്ടില്ലേ. അടുപ്പത്ത് എന്തൊക്കെയോ വേകുന്നുണ്ട്, നോക്കാം. ആകോലി പൊരിച്ചോണ്ടിരിക്കുക കേട്ടോ. വേറെ മീൻ, ചെമ്മീൻ എന്താ ചെമ്പല്ലെല്ലാം വറുത്ത് വെച്ചിട്ട് മീൻ മുളകെല്ലാം പരക്കി വെച്ചിട്ട് വറുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ. അങ്ങനെ നമ്മൾ ഇടുന്നു ഭക്ഷണമെല്ലാം കഴിച്ച് കടലുണ്ടി പുഴയിലും കുറച്ച് ഫോട്ടോസും റീൽസെല്ലാം എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.